അസ്സലാമലൈക്കും മാനുക്ക. ഞാന് ഗുരുവായൂരുന്ന് ചോലൂർപ്പടി എന്നാണ് വിളിക്കണത്. എൻ്റെ പേര് ദിൻഹ എന്നാണ്. എൻ്റെ ഉമ്മാക്ക് തീരെ സുഖല്ല. എൻ്റെ ഉമ്മാക്ക് മരുന്ന് വാങ്ങിക്കാൻ പോലും ഞങ്ങളടുത്ത് കാശില്ല. എൻ്റെ ഉമ്മാക്ക് 2 ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. ഞങ്ങള് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്കൂള് തുറക്കാറായി. ഒരു ബുക്കും ബാഗോ യൂണിഫോമോ ഒന്നും വാങ്ങിക്കാനുള്ള മാർഗം ഞങ്ങളടുത്തില്ല. മാനുക്കാന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങള് വിളിക്കണത്. ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് തരുമോ? ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല. ഞാൻ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അസ്സലാമലൈക്കും. ഞങ്ങളുടെ നിവർത്തികേടുകൊണ്ടാണ് ഞങ്ങൾ മാനുക്കാനെ വിളിച്ചത്. മാനുക്ക അങ്ങനെ വന്നു, ഒരു വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഈ വീഡിയോ കാണുന്ന എല്ലാ മാമാരും ഞങ്ങളെ സഹായിക്കണം. അസ്സലാമലൈക്കും. വളരെയധികം ഗതി മുട്ടിയിട്ടാണ് ഞങ്ങൾ ഗതികേടുകൊണ്ടാണ് എൻ്റെ മോള് മാനുക്കാക്ക് ഒരു വോയിസ് വിട്ടത്. 2-3-4 പ്രാവശ്യം വിളിച്ച് ഫോൺ എടുത്തപ്പോൾ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഗതി അത്രക്കും വളരെ മോശമാണ്. വാടക കൊടുക്കണം, ചികിത്സ നടക്കണം. ഇവളിപ്പോൾ ഞങ്ങളെ ചെറുപ്പമുള്ളപ്പോൾ പോയതാണ്. ഞങ്ങൾക്ക് യാതൊരു വക സഹായങ്ങളും എവിടുന്നുമില്ല. വളരെയധികം ഞങ്ങളൊന്ന് എല്ലാവരും സഹായിക്കണം. ഞാൻ അത്ര വിഷമിച്ചിട്ട് ഞങ്ങളെ കൈവിടരുതാരും. ഒരുപാട് വിഷമിച്ചിട്ട് ഗതി മുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒന്നും യാതൊരു വക മാർഗവുമില്ല, വാടക കൊടുക്കാനുമില്ല. അപ്പം ഞങ്ങൾക്ക് എല്ലാവരും ഒന്ന് സഹായിക്കണം. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ ചൂലൂർപ്പടി എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ഒരു വാടക വീട്ടിലാണ് താമസം. അപ്പോൾ ഈ വീട് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരൊരു ബന്ധത്തിൽപ്പെട്ടൊരു വീടാണ്. ചെറിയൊരു 2-3 സെൻറ്റ് സ്ഥലവും ചെറിയൊരു വീടാണ്. വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം, കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിന് കുറഞ്ഞ ക്യാഷ് വേണം. പിന്നെ മോളെ സ്കൂൾ തുറക്കാനായിട്ടുണ്ട്. പിന്നെ ബുക്ക്, യൂണിഫോം കാര്യങ്ങൾ അതുണ്ട്. പിന്നെ ഇവർക്ക് വർഷങ്ങളായിട്ട് ചികിത്സയിലാണ്. വയറിനൊരു ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഷുഗറും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ചെയ്യാനും പറ്റിയിട്ടില്ല. ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ചികിത്സക്ക് പോകാനും പറ്റുന്നില്ല. കഴുത്തിന് പിന്നെ തേയ്മാനം കാര്യങ്ങളാണ്. അങ്ങനെ ഈ ഉമ്മയും മോളും മാത്രമേ ഉള്ളൂ. വേറെ ഭർത്താവ് വരെ ഇട്ട് പോയതാണ്. വർഷങ്ങളായി, വേറെ ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ കുടുങ്ങിയിട്ട് വേറെ നിവർത്തില്ലാഞ്ഞിട്ടാണല്ലോ നമ്മളൊക്കെ വിളിക്കണത്. ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറയാറുണ്ട്, വേറെ മറ്റുള്ള മാർഗ്ഗങ്ങളില്ലാന്ന് കാണുമ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മളെ ഇങ്ങനെ നമ്പർ എടുത്തിട്ട് വോയിസ് ഇട്ടിട്ടും ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കുടുംബത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഈ പൊന്നുമോളുടെ ഒരാഗ്രഹം പൂവണിഞ്ഞു കൊടുക്കണം. ഇതൊന്ന് നന്നാക്കിയാൽ ചെറിയൊരു കുഞ്ഞു വീട് വെച്ച് കൊടുക്കുക.